രാവിലെ തന്നെ ജോഗിങ്ങിന് പോകാനായി എഴുന്നേറ്റ കാർത്തി കാണുന്നത് കണ്ണുകൾ ഇറുക്കിയടച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ഭൂമിയെയാണ്. ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ ഓടിയെത്തി. ഒന്ന് കുറുകിക്കൊണ്ട് തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്ന ഭൂമിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അല്പം ചെരിഞ്ഞ് തലയിണയിൽ കവിൾ ചേർത്ത് കിടന്നുറങ്ങുന്ന പെണ്ണ്, അവളുടെ നേരിയ നിശ്വാസം. ഇത്തിരി നേരം നോക്കി നിന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടുകൊണ്ടാണ് അവൻ്റെ നടത്തം. റൊമാൻറ്റിക് സോങ് കേൾക്കുമ്പോഴൊക്കെ അവൻ്റെ മനസ്സിൽ അവൾ മാത്രമായിരുന്നു. ഈ പെണ്ണ് എന്നെ ഒരു വഷളനാക്കുന്ന ലക്ഷണമുണ്ട്. അവൻ ജോഗിങ് കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴും ഭൂമി അതേ കിടപ്പ് തന്നെയായിരുന്നു. സമയം ഏകദേശം 7 മണിയോട് അടുക്കാറായി. അവൾ ഇനിയും ഉണരാൻ വൈകിയാൽ കോളേജിൽ പോകാൻ ലേറ്റാകുമെന്ന് കാർത്തിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഭൂമിയെ തട്ടി ഉണർത്തി. കണ്ണുകൾ കൂട്ടിത്തിരുമ്മി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവളെ കാണാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തോന്നി കാർത്തിക്കിന്. അവളെ ഒന്ന് ചൊടിപ്പിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഉറങ്ങാൻ തുടങ്ങിയ ബോധവും പൊക്കണമൊന്നുമില്ല. ഇന്ന് കോളേജിലൊന്നും പോകാനുള്ള ഉദ്ദേശമില്ലേ നിനക്ക്? കോളേജിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് കാർത്തിയുടെ ചോദ്യം. ഞെട്ടിപ്പിടഞ്ഞ് എണീറ്റുകൊണ്ട് ക്ലോക്കിലേക്ക് സമയം നോക്കി. അതിൽ 7:30 കണ്ടതും അവളുടെ കണ്ണു മിഴിഞ്ഞു. യോ ടു മഹാദേവ, ഇത്ര നേരം കിടന്നുറങ്ങിയോ ഞാൻ? അവൾ സ്വയം ചോദിച്ചു. പക്ഷേ ആ ചോദ്യത്തിന് അല്പം സൗണ്ട് കൂടുതലായിരുന്നു. കാർത്തി കരുതി അവൾ അവനോടാകും അങ്ങനെ ചോദിച്ചതെന്ന്. അതെന്നോടാണോ ചോദിക്കുന്നത്? പഠിക്കുന്ന കുട്ടികളായാൽ കാലത്തെ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് എന്തെങ്കിലും ബുക്ക് തുറന്നു വെച്ച് നോക്കണം. അല്ലാതെ ഇങ്ങനെ പോത്തുപോലെ ഉറങ്ങി എഴുന്നേറ്റ് നേരെ കോളേജിലേക്ക് പോവുകയല്ല വേണ്ടത്. നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ. ഭൂമിയുടെ സംസാരം കേൾക്കെ അവളെ അല്പം കൂടി ദേഷ്യം പിടിപ്പിക്കാൻ കാർത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എനിക്കിഷ്ടമുള്ളപ്പോൾ എണീക്കും. സാറിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ സാർ ഇത്തിരി ബുദ്ധിമുട്ടിയാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. തീർപ്പ് പോലെ അതും പറഞ്ഞിട്ട് ഭൂമി കബോർഡിൽ നിന്നും അവൾക്കിടാനുള്ള ഡ്രസ്സ് എടുത്തു. അതെ, ഒന്നവിടെ നിന്നേ. ഡ്രസ്സുകളുമായി ബാത്റൂമിലേക്ക് ഫ്രഷ് ആകാൻ പോയവളെ കൈക്ക് പിടിച്ചു നിർത്തി കാർത്തി. ഇനി എന്താ? ചോദ്യഭാവത്തിൽ അല്പം അലസതയോടെ അവൾ അവനെ നോക്കി. ഹാപ്പി ബർത്ത്ഡേ. അവളുടെ കയ്യിലേക്കൊരു കുഞ്ഞു ബോക്സ് വെച്ചുകൊണ്ട് കാർത്തി അത് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നവൾ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം ബർത്ത്ഡേ മറന്നു പോകുന്നത്. സാധാരണ പിറന്നാൾ ദിവസങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയി അർച്ചനയൊക്കെ കഴിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അവൾക്ക്. പിറന്നാൾ ദിവസമായിട്ട് സ്വന്തം അമ്മ പോലും ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തതും അവൾക്ക് മിഴികൾ നിറഞ്ഞു. കാർത്തിക്കിനെ താൻ വിവാഹം കഴിച്ചതോടെ വീട്ടുകാർ തന്നെ പൂർണ്ണമായി മറന്നു എന്നാണ് അവൾ ആദ്യം ചിന്തിച്ചതുപോലും. കാർത്തിയുടെ മുഖത്തേക്ക് ഒന്ന് നിർജീവമായി നോക്കി അവൾ. 22 വയസ്സ്. ഭൂമി മനസ്സിലോർത്തു. നല്ലൊരു ദിവസമായിട്ട് നിറകണ്ണുകളുമായി നിൽക്കുന്നവളെ ഒന്ന് നോക്കുകയാണ് കാർത്തി. ബാത്റൂമിലേക്ക് പോകാൻ തുനിഞ്ഞവളെ കൈക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടവൻ. എന്നാൽ അവന് പിടികൊടുക്കാതെ നിറഞ്ഞ കണ്ണുകളുമായി അവൾ ബാത്റൂമിലേക്ക് ഓടിക്കയറിപ്പോയി വാതിലടച്ച് കുറ്റിയിട്ടു. പോകും വഴി കാർത്തി നൽകിയ ഗിഫ്റ്റ് മേശയുടെ മുകളിലേക്കും വെച്ചു. പെട്ടെന്നുള്ള അവളുടെ ആ പെരുമാറ്റം അതവനിലും ഒരു വല്ലാത്തൊരു വിഷമം നിറച്ചു. അവളുടെ ബർത്ത്ഡേ ദിവസം താൻ ഓർത്തെടുത്ത് വിഷ് ചെയ്തപ്പോൾ ഒരു പുഞ്ചിരിയെങ്കിലും തനിക്കവൾ സമ്മാനിക്കുമെന്ന് അവൻ കരുതി. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഭൂമി പ്രവർത്തിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ അവൻ്റെ മനസ്സ് പാകപ്പെട്ടിരുന്നില്ല. എന്നാൽ അതേസമയം ബാത്റൂമിൽ കയറി ബാത്റൂമിലെ ഡോറിൽ ചാരി നിന്ന് പൊട്ടിക്കരയുകയായിരുന്ന ഭൂമി. അവൾക്ക് ആ നിമിഷം അവളുടെ വീട്ടുകാരെ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്തു. അമ്മയൊന്ന് വിളിച്ചതുപോലും ഇല്ലല്ലോ എന്ന് ഓർമ്മ വന്നതും അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. എന്നാൽ ഏറെ നേരമായിട്ടും ഭൂമി ഇറങ്ങി വരാത്തതിനാൽ കാർത്തിക്കിന് എന്തെന്നില്ലാത്തൊരു ടെൻഷൻ തോന്നി. അവൻ ബാത്റൂം ഡോറിൽ തട്ടി. ഭൂമി, താൻ ഇറങ്ങുന്നില്ലേ? സമയം ഒരുപാടായി, കോളേജിൽ പോകണ്ടേ? കാർത്തിക്കിൻ്റെ ആ ശബ്ദം കാതിലെത്തിയപ്പോഴാണ് അവളും ഓർത്തത് ഇതുവരെയും താൻ കുളിച്ചില്ലല്ലോ എന്ന്. ബാത്റൂമിൽ കയറിയപ്പോൾ തുടങ്ങിയ നിൽപ്പാണ്. ഒരുവിധം അവൾ കുളിച്ചിറങ്ങുമ്പോഴേക്കും കാർത്തി റൂമിലുണ്ടായിരുന്നില്ല. അത് അവൾക്കും ഒരു അനുഗ്രഹമായി തോന്നി. അവൾ പതിയെ ഡ്രസ്സൊക്കെ മാറി കോളേജ് ഭാഗമായി താഴേക്ക് ചെല്ലുമ്പോൾ കാർത്തി താഴെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. വല്ലാത്തൊരു തരം അസ്വസ്ഥതയോടെ ബാഗുമായി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന
ഭൂമിയെ കണ്ടതും സുഭദ്രയുടെ നോട്ടം ചെന്നെത്തിയത് നേരെ കാർത്തിയിലേക്കാണ്. സുഭദ്ര തന്നെ നോക്കുന്നത് കണ്ട് കാർത്തിക്കിൻ്റെ നോട്ടവും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഭൂമിക്ക് നേരെ നീണ്ടു. അമ്മ എന്തിനാണ് എന്നെ നോക്കുന്നത്? സുഭദ്ര അതിന് മറുപടി പറയാതെ നേരെ ഭൂമിക്ക് അടുത്തേക്ക് ചെന്നു. കുളിച്ചിട്ട് മോള് തല ശരിക്ക് തുവർത്തിയില്ലേ? ദാ മുടിയിന്നൊക്കെ വെള്ളമൊറ്റ് വീഴുന്നു. ഉടുത്തിരുന്ന നേരിയതിൻ്റെ തുമ്പ് കൊണ്ടവർ ഭൂമിയുടെ മുടിയിലൂടെ ഒഴുകിയിറങ്ങിയ വെള്ളം തുവർത്തിയെടുത്തു. ഭൂമിയുടെ പെട്ടെന്നുള്ള ഈ മൗനത്തിൻ്റെ കാരണം അതറിയാതെ കാർത്തിയും കുഴിഞ്ഞു. അത് ഞാൻ സമയം താമസിച്ചപ്പോൾ പെട്ടെന്ന് അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. മോള് വന്ന് ആഹാരം കഴിക്കുക. അമ്മ രാവിലെ ക്ഷേത്രത്തിൽ പോയിരുന്നു. അർച്ചനയും കഴിപ്പിച്ചു. ഭൂമി വിശ്വാസം വരാത്തതുപോലെ സുഭദ്രയെ നോക്കി. എന്നാൽ ആ നേരം കൊണ്ട് തന്നെ സുഭദ്ര പൂജാമുറിയിൽ പോയിട്ട് അവിടെ നിന്നും പ്രസാദം എടുത്തുകൊണ്ട് വന്നു. ഭൂമിയുടെ നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മോളെ. പെട്ടെന്നവരങ്ങനെ പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. നല്ലൊരു ദിവസമായിട്ട് കരയാ? അത് വേണ്ടാട്ടോ. വേഗം ആഹാരം കഴിച്ചിട്ട് കോളേജിൽ പോകാൻ നോക്ക്. ഇപ്പം തന്നെ താമസിച്ചു. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് സുഭദ്ര പറഞ്ഞു. അപ്പോഴായിരുന്നു അതുവരെ പുറത്തിരുന്ന് പത്രമൊക്കെ വായിച്ചിട്ട് ബാലചന്ദ്രനും അകത്തേക്ക് വന്നത്. പെട്ടെന്ന് ഭൂമി അവിടെ കണ്ടതും അയാളും അവളെ വിഷ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു അച്ഛാ. ഭക്ഷണം കഴിച്ച് തിരികെ കാർത്തിക്കിനൊപ്പം കോളേജിലേക്ക് പോകുന്ന വഴിക്കും അവളുടെ മനസ്സിലൂടെ അനവധി ചിന്തകൾ കടന്നുപോയി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അനുപമയുമായുള്ള പ്രശ്നത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് കോളേജ് മുഴുവൻ ഇതറിഞ്ഞിട്ടുണ്ടാവും. ഭൂമിക്ക് തല പെരുക്കും പോലെ തോന്നി. നല്ലൊരു ദിവസമായിട്ട് മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ആ ഒരു ചിന്തയിൽ അവൾക്ക് വീണ്ടും വീണ്ടും വല്ലാണ്ട് വേദന വന്നു. കാർത്തിക്കിൻ്റെ കാർ കോളേജിൻ്റെ പാർക്കിങ്ങിലേക്ക് ചെന്നെത്തുന്ന നേരം വരെ അവരിരുവരും പരസ്പരം ഒന്നും തന്നെ സംസാരിച്ചില്ല. കാർത്തിക് കാർ നിർത്തിയപ്പോൾ തന്നെ ധൃതിപ്പെട്ട് ഭൂമി ഇറങ്ങാൻ തുടങ്ങി. അത് കാണിക്കെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. സാർ എന്തൊക്കെയാ കാണിക്കുന്നത്? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. എൻ്റെ കൈവിട്ടെ. അതും പറഞ്ഞുകൊണ്ട് ഡോർ തുറക്കാൻ അവൾ തുടങ്ങിയപ്പോഴേക്കും കാർത്തിക്കിൻ്റെ ശബ്ദം പതിവിലും കാഠിന്യത്തിൽ മുഴങ്ങി. ഇരിക്കടി അവിടെ. എഴുന്നേറ്റതുപോലെ ഡോർ വലിച്ചടച്ചുകൊണ്ട് സീറ്റിലേക്ക് അമർന്നിരുന്നു ഭൂമി. എന്താ? അവളുടെ ശബ്ദവും അല്പം കടുത്തിരുന്നു. ഇരുവരും പോരുകോഴികളെപ്പോലെ പരസ്പരം നോക്കുകയാണ്. ഇന്നലെ കാണിച്ചു വെച്ചതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് ചില ചോദ്യ സംസാരമൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ നടന്ന കാര്യം പറഞ്ഞോണം. അല്ലാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കരുത്. അതൊന്ന് പറയാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിച്ചത്. അല്ലാതെ തോന്നുമ്പോൾ നിന്റെ കയ്യിൽ കയറി പിടിക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. കഴിഞ്ഞോ? കാർത്തി പറഞ്ഞു കഴിഞ്ഞിട്ട് അല്പനേരം അവൻ മൗനമായി ഇരിക്കുന്നത് കണ്ട് ഭൂമി ചോദിച്ചു. ഒന്നും പറയാതെ കാറിൻ്റെ ഡോർ തുറന്ന് കാർത്തി പുറത്തേക്കിറങ്ങി. പിന്നാലെ അവളും. അതേസമയം പാർക്കിങ്ങിൻ്റെ അടുത്തുള്ള മരച്ചുവട്ടിൽ സുമയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തു പറ്റി ഭൂമി? എന്താ ഇത്ര താമസിച്ചത്? ഞാൻ വിളിച്ചിരുന്നല്ലോ നിന്നെ. നീ എന്തടി ഫോൺ എടുക്കാഞ്ഞേ? നീ എന്നെ ഫോൺ വിളിച്ചെന്നോ? എനിക്ക് കോളൊന്നും വന്നില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഭൂമി ബാഗിൽ കിടന്ന ഫോണെടുത്ത് ഓപ്പൺ ചെയ്തു. അന്നേരമുണ്ട് അവളുടെ ഫോണിൽ നിരവധി കോളുകൾ വന്ന് കിടക്കുന്നു. ഫോൺ സൈലൻറ്റ് മോഡിലായിരുന്നു. രാത്രി 12 മണിക്ക് തന്നെ വീട്ടിൽ നിന്നുള്ള അമ്മയുടെ കോളുകൾ കണ്ടതും അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു. മാത്രമല്ല അമ്മയും അച്ഛനും അനിയത്തിയും എല്ലാവരും മാറി മാറി വിളിച്ചതിൻ്റെ കോളുകളുണ്ട്. സുമി 1 മിനിറ്റ്. സുമയുടെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പെട്ടെന്ന് തന്നെ അവൾ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു. ഒരു ബെല്ലിൽ തന്നെ അവളുടെ അമ്മ ഫോൺ എടുത്തിരുന്നു. എന്തു പറ്റി മോളെ? എന്താ വിളിച്ചിട്ടെടുക്കാഞ്ഞത്? അമ്മ ആകെ ടെൻഷനായിപ്പോയി. അമ്മ എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു. ഞാൻ കണ്ടില്ല അമ്മ വിളിച്ചത്. മോളെ വിളിച്ചിട്ട് കിട്ടാൻ ഞങ്ങൾ കാർത്തിയെ വിളിച്ചു രാവിലെ. അപ്പോൾ കാർത്തി പറഞ്ഞു മോൾ കുളിക്കാൻ കയറിയെന്ന്. സാർ എന്നോട് പറയാൻ മറന്നു എന്ന് തോന്നുന്നു. അമ്മേൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ സൈലൻ്റ് ആയിരുന്നു. അത് സാരമില്ല. അമ്മ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ആദ്യമായിട്ടല്ലേ നീ അടുത്തില്ലാത്തൊരു പിറന്നാൾ. ഭൂമിയുടെ അമ്മയുടെ ശബ്ദം ചെറുതായി ഇടറി തുടങ്ങുന്നുണ്ട്. അത് മനസ്സിലാക്കിയതും ഭൂമിക്കും സങ്കടം വന്നു. അമ്മ ഞാൻ കോളേജിലാണ്. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നിട്ട് വിളിക്കാം. അത് മതി മോളെ. പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ഭൂമി നേരെ സുമയ്ക്ക് അടുത്തേക്ക് നടന്നു. എന്താ ഭൂമി ഇത്രയും താമസിച്ചത്? ഞാനോർത്ത് ഇന്നലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നീ ഇനി വരില്ലായിരിക്കുമെന്ന്.
അതിന് ഞാൻ എന്തിനാ സുമി വരാതിരിക്കുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തവരല്ലേ ഓടി ഒളിക്കേണ്ടത്. അതേ ഭൂമി, നീ പറഞ്ഞതാണ് ശരി. പക്ഷേ നീ എങ്ങനെ നിന്റെ നിരപരാധിത്വം തെളിയിക്കും? ആ സമയം സംഭവ സ്ഥലത്തുണ്ടായിരുന്നത് ആകെ 2 കുട്ടികളാണ്. അവർ പറയുന്നത് നമുക്കെതിരല്ലേ? ഞാനിവിടെ വന്ന് നിന്നപ്പോൾ മുതൽ കുട്ടികൾ ഇന്നലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതുവഴി നടന്നു പോകുന്നത്. അനുപമ മിസ്സും കാർത്തിക് സാറും തമ്മിലുള്ള റിലേഷൻ നിനക്കെന്തോ സംശയമുണ്ടെന്നും നീ മനഃപൂർവ്വം മിസ്സിനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്നൊക്കെയാണ് ഓരോ കുട്ടികളും പറയുന്നത്. സുമയ്യ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഭൂമിക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സമയം താൻ തളർന്നു കഴിഞ്ഞാൽ തൻ്റെ നിരപരാധിത്വവും താൻ ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ലെന്ന് പൂർണ്ണ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. പറയുന്നവർ പറയട്ടെ, സത്യം എന്താണെന്ന് നമുക്കറിയാലോ. നമുക്കെന്തായാലും ക്ലാസ്സിലേക്ക് പോകാം പറഞ്ഞുകൊണ്ട് സുമയ്യയ്ക്കൊപ്പം ഭൂമി ക്ലാസ്സിലേക്ക് നടന്നു. ഭൂമി, ഈ വക പ്രശ്നങ്ങൾക്കിടയിൽ നിന്നെ ഞാൻ വിഷ് ചെയ്യാൻ പോലും മറന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് സുമി. സുമി അവളുടെ കയ്യിൽ കരുതിയ ഒരു ഗിഫ്റ്റ് ഭൂമിക്ക് നേരെ നീട്ടി. ഭൂമി സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഗിഫ്റ്റ് ബാഗിലേക്ക് വെച്ചു. ക്ലാസ് തുടങ്ങാൻ ഏതാനും മിനിറ്റുകൾ ബാക്കി നിൽക്കുകയാണ് അവർ രണ്ടുപേരും അവിടേക്ക് കയറിയത്. എന്നാൽ ഭൂമിയെ സുമിയെ കണ്ടതോടെ കുട്ടികൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ അടക്കി പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഭൂമി അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ സീറ്റിലേക്കിരുന്നു. അന്നവർക്ക് ആദ്യത്തെ അവർ ദേവിൻ്റേതായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ദേവ് ക്ലാസ്സിലേക്ക് വന്നു. ദേവ് ക്ലാസ്സിലേക്ക് കയറിയതിൻ്റെ തൊട്ടുപുറകെ തന്നെ ഒരു പ്യൂണും ക്ലാസ്സിലേക്ക് വന്നു. അയാളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അയാൾ ആ പേപ്പർ ദേവിനെ ഏൽപ്പിച്ചു. ഭൂമിഭദ്ര, സുമയ്യ ഷെറീഫ്. ദേവിൻ്റെ നാവിൽ നിന്നും അവരിരുവരുടെയും പേര് കേട്ടതോടെ ഭൂമിയും സുമിയും ഇരുന്നിടത്തു നിന്ന് എണീറ്റു. രണ്ടുപേരെയും പ്രിൻസിപ്പൽ സർ വിളിക്കുന്നുണ്ട്, ദേവ് പറഞ്ഞു. ക്ലാസ്സിൽ ഓരോരുത്തരും അടക്കം പറയുന്നത് കേൾക്കായിരുന്നു. അവരെന്താണ് പറയുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും അവരെന്തിനെക്കുറിച്ചാവും പറയുന്നതെന്ന് അവൾക്ക് നല്ല വ്യക്തതയുണ്ട്. സുമയ്യയ്ക്കൊപ്പം പ്രിൻസിപ്പൽ റൂമിലേക്ക് നടക്കുമ്പോൾ ഭൂമിക്ക് എന്തെന്നല്ലാത്ത ടെൻഷനായിരുന്നു. സത്യം തങ്ങളുടെ ഭാഗത്താണെങ്കിൽ പോലും തെളിവുകൾ തങ്ങൾക്കെതിരായിരുന്നു. അതുതന്നെയാണ് അതിനു പിന്നിലെ പ്രധാന കാരണവും. ഇന്നലെ നമ്മൾ കണ്ട കുട്ടികൾ പോയി കംപ്ലൈൻറ്റ് കൊടുത്തോ ഭൂമി? എനിക്കറിയില്ല സുമി, ചിലപ്പോൾ അതാകും. അതല്ലെങ്കിൽ ഇനി മിസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്ത് വിളിപ്പിച്ചതാണിക്കും. പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ ആ വലിയ ക്യാബിൻ്റെ ചില്ലുഡോർ തള്ളി തുറന്ന് ഭൂമിയും സുമിയും അകത്തേക്ക് കയറി. അവിടെ നിൽക്കുന്നവരിലൂടെ ഭൂമിയുടെ മിഴികളൊന്ന് ഓടി നടന്നു. കുറച്ചധികം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. കാർത്തിക്കുണ്ട്, അനുപമയുണ്ട്. ഇന്നലത്തെ സംഭവത്തിൻ്റെ ബാക്കി പോലെ അനുപമയുടെ തലയിൽ ഒരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ 2 കുട്ടികളും, ആദിത്യയും നിധിയും. പ്രിൻസിപ്പൽ റൂമിലെ AC-യിലും ഭൂമിയെ വല്ലാതെ വിയർത്തു. കാർത്തിക്കിനെ ആ നിമിഷം നോക്കാൻ അവൾക്ക് തോന്നിയുമില്ല. കാർത്തിക്കിൻ്റെ മുമ്പിൽ വീണ്ടും കുറ്റക്കാരിയായി നിൽക്കേണ്ടി വരുമോ? ആ ഒരു ചിന്ത അവളെ വല്ലാണ്ട് അലട്ടി. ഭൂമിഭദ്ര. പ്രിൻസിപ്പൽ വിളിച്ചതും അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താണ് ഇന്നലെ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ വെച്ച് സംഭവിച്ചത്? സർ, ഞാനൊരു ബുക്ക് ലൈബ്രറി തിരിച്ചു വയ്ക്കാൻ വേണ്ടി പോയി വരികയായിരുന്നു. ആ സമയത്ത് മിസ് അതുവഴി വന്നു. എന്നോട് സംസാരിച്ചു നിന്ന സമയത്ത് തന്നെ മിസ് പടിക്കെട്ടിലൂടെ ഉരുണ്ടു പോകുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ വേഗം പോയി പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് ഈ 2 കുട്ടികൾ അവിടേക്ക് വന്നത്. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഓക്കെ, മിസ്സിൻ്റെ ഭാഗം പറയൂ. സർ, ഞാനും ഈ നിൽക്കുന്ന കാർത്തിക് സാറും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അനുപമ പറഞ്ഞു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ നിമിഷം തന്നെ പ്രിൻസിപ്പൾ അവരെ കൈയോർത്തി തടഞ്ഞു. അനുപമ, നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ല ഞാനിവിടെ ചോദിച്ചത്. അതല്ല നിങ്ങളിവിടെ പറയേണ്ടതും. ആക്ച്വലി ഇന്നലെ എന്താണ് സംഭവിച്ചത്? ലൈബ്രറിയുടെ ഫ്രണ്ടിൽ വെച്ച് എന്ത് സംഭവിച്ചു അതുമാത്രം എനിക്കറിഞ്ഞാൽ മതി. സർ, അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നലെ ലൈബ്രറിയുടെ മുമ്പിൽ വെച്ച് ഞാനും ഭൂമിയും തമ്മിൽ കണ്ടു. ആ സമയത്ത് ഞാൻ ലൈബ്രറി ബുക്ക് വയ്ക്കാൻ വേണ്ടി പോയിട്ട് തിരികെ വരുമായിരുന്നു. സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ച് ഞാൻ ഭൂമിയെ കണ്ടു. ബെല്ലടിച്ചിട്ട് ഇത്ര നേരമായിട്ടും എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ കയറാത്തതെന്ന് ഞാൻ ഭൂമിയോടൊന്ന് ചോദിച്ചു പോയി. ഇതൊന്നും നിങ്ങൾ തിരക്കാൻ വരണ്ട എന്നൊരു മറുപടിയായിരുന്നു ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. കാർത്തിക് സാറിൻ്റെ ഭാര്യയായത് പിന്നെ ഭൂമി എന്നോട് ഇതേ ധാർഷ്ട്യത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. അവളുടെ മിസ്സാണെന്ന് പോലും എനിക്കൊരു റെസ്പെക്റ്റ് തന്നിട്ടില്ല. ക്ലാസ്സിൽ കയറാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭൂമിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഭൂമി പറയുന്നത്, ഞാൻ എനിക്ക് തോന്നുമ്പോൾ ക്ലാസ്സിൽ കയറുമെന്ന്. എന്നോട് കുറേ കയർത്തു.
അത് കഴിഞ്ഞ് ഞാൻ മുമ്പോട്ട് നടന്നപ്പോൾ ഭൂമി എന്നെ പിന്നിൽ നിന്നും തള്ളിയത്. അങ്ങനെയാണ് ഞാൻ സ്റ്റെപ്പിലൂടെ താഴേക്ക് വീണത്. സംഭവത്തിൻ്റെ സാക്ഷികൾ ഈ നിൽക്കുന്ന 2 കുട്ടികളാണോ? പ്രിൻസിപ്പൽ അനുപമയോടായി ചോദിച്ചു. അതെ സാർ, എന്നെ അർത്ഥത്തിൽ തലകുലുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ആദിത്യയും നിധിയുമാണ് സാക്ഷികൾ. ഇവിടെ നടന്ന സംഭവങ്ങൾ ഇവർ രണ്ടുപേരും വ്യക്തമായി കണ്ടിട്ടുമുണ്ട്. ആണോ? ഇന്നലെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ രണ്ടുപേരും വ്യക്തമായി കണ്ടോ? പ്രിൻസിപ്പലിൻ്റെ ചോദ്യം അവരെ തേടിയെത്തി. ആ അതെ സാർ. അവർ ഇരുവരും ഒന്ന് വിറച്ചു തുടങ്ങിയിരുന്നു. അതേസമയം അനുപമ അവരെ നോക്കി കണ്ണുകൂർപ്പിക്കുന്നുണ്ട്. ഒരു കണ്ണാലെ അതെല്ലാം ഭൂമി കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും താൻ മിസ്സിനോടങ്ങനെ ചെയ്തിട്ടില്ല എന്നതിലേക്കുള്ള തെളിവുകളായിരുന്നില്ലെന്ന് ഭൂമിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും എന്താ കണ്ടത്? പ്രിൻസിപ്പലിൻ്റെ ചോദ്യം കേട്ടതും ആദിത്യ സംസാരിച്ചു. സർ, ഞങ്ങൾ ലൈബ്രറി ബുക്ക് വെച്ച് തിരികെ മടങ്ങി വരുമ്പോൾ അനിമിസും ഭൂമിയും തമ്മിൽ സംസാരിക്കുന്ന കണ്ടു. പെട്ടെന്നാണ് ഭൂമി പിന്നിൽ നിന്ന് അനിമിസിനെ തള്ളി താഴേക്കിട്ടത്. ശേഷം ഭൂമി ഒന്ന് ചുറ്റും നോക്കിയിട്ട് മിസ്സിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. ഇതുതന്നെയാണോ നിധിക്കും പറയാനുള്ളത്? പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കി നിധി. എങ്കിൽ ശരി, ഇന്നലെ ലൈബ്രറി തിരികെ വയ്ക്കാൻ പോയ ബുക്ക് ഏതായിരുന്നു? ആ 2 കുട്ടികളുടെയും സംസാരത്തിലെ ഭാവവ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. സത്യത്തിൽ അങ്ങനെ ഒരു ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല. അനുപമയുടെ പദ്ധതി പ്രകാരം ആ സമയം അവിടെ എത്തിയതായിരുന്നു അവർ രണ്ടാളും. അത് സർ, അവരിരുവരും ഒരു വിക്കലോടെ മുഖത്തോട് മുഖം നോക്കി. ഇത്രയും സമയം കോൺഫിഡൻസോടെ നിന്ന അനുപമയുടെ മുഖത്തും ചെറുതായി ഭയം സ്ഥാനം പിടിച്ചു. പെട്ടെന്ന് മറന്നുപോയോ? ഇന്നലെ ലൈബ്രറി റിട്ടേൺ ചെയ്ത ബുക്കിൻ്റെ പേര്? വീണ്ടും അവരോടായി ചോദ്യം ആവർത്തിച്ചുകൊണ്ട് പ്രിൻസിപ്പൾ അയാൾക്ക് മുമ്പിലിരുന്ന ബെല്ല് പ്രസ് ചെയ്തു. പുറത്തുനിന്നും പ്യൂൺ ജീവനകത്തേക്ക് കയറി വന്നു. ജീവൻ ഇപ്പോൾ തന്നെ ലൈബ്രറിയിൽ പോയി ഇന്നലെ ലൈബ്രറിയിൽ ബുക്ക് റിട്ടേൺ ചെയ്തവരുടെ പുതിയ ബുക്കുകൾ എടുത്തവരുടെയും കംപ്ലീറ്റ് ലിസ്റ്റ് എനിക്ക് കൊണ്ടുവരണം. ഓക്കെ സാർ. അതും പറഞ്ഞുകൊണ്ട് ജീവൻ ലൈബ്രറിയിലേക്ക് പോയി. അനുവും ആ കുട്ടികളും ഒരുപോലെ ഭയന്നു. കാര്യം അനു ഒരു ബുക്ക് പോലും റിട്ടേൺ ചെയ്തിരുന്നില്ല. ഭൂമി ബുക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് മാത്രം മനഃപൂർവ്വം അവളെ കാർത്തിക്കിന് മുമ്പിൽ ഒരു മോശക്കാരിയാക്കാൻ വേണ്ടി ലൈബ്രറിയിലെ അവിടേക്ക് വന്നതാണവൾ. ലൈബ്രറിയൻ തന്ന ലിസ്റ്റുമായി ജീവൻ പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നു. മേശപ്പുറത്തിരുന്ന കണ്ണട അദ്ദേഹം എടുത്ത് കണ്ണിലേക്ക് വെച്ചു. എന്നിട്ട് ആ ലിസ്റ്റൊക്കെ ഒന്ന് പരിശോധിച്ചു. ഭൂമിയുടെ പേര് അയാൾ കൃത്യമായി കണ്ടിരുന്നു. പക്ഷേ അതിനു മുൻപോ അതിനു ശേഷമോ അനുപമയോ ഈ പറഞ്ഞ കുട്ടികളോ യാതൊരുവിധ ബുക്കുകളും റിട്ടേൺ ചെയ്തതായി അതിൽ പറയുന്നുണ്ടായിരുന്നില്ല. അനുപമ, നിങ്ങൾ ഏത് ബുക്കാണ് ഇന്നലെ റിട്ടേൺ ചെയ്തത്? ഇതിലതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. അത് ചിലപ്പോൾ ലൈബ്രറിയിൽ എൻ്റർ ചെയ്യാൻ മറന്നതാവും സർ. പ്രിൻസിപ്പൽ തൻ്റെ മുമ്പിലിരുന്ന ബെല്ല് വീണ്ടും പ്രസ് ചെയ്തു. പ്യൂൺ ജീവൻ വീണ്ടും അകത്തേക്ക് വന്നു. പോയി ലൈബ്രറിനെ വിളിച്ചിട്ട് വരൂ. ഇത്തവണ അനുപമ ശരിക്കും വിയർത്തു. വിയർപ്പ് ഗണങ്ങൾ അവളുടെ നെറ്റിയിലും മുഖത്തും ഒന്നുപോലെ സ്ഥാനം പിടിച്ചു. അവളുടെ നോട്ടം കാർത്തിയിലേക്ക് ചെന്നതും ഭയന്നു പോയിരുന്ന അനുപമ അത്രയും ദേഷ്യത്തിൽ നിൽക്കുവാണ് കാർത്തി. ആദ്യമായിട്ടാണ് അങ്ങനെയൊരു ഭാവത്തിൽ അവൾ അവനെ കാണുന്നത്. അപ്പോഴേക്കും ജീവൻ ലൈബ്രറിയനുമായി വന്നിരുന്നു. തനിക്ക് മുൻപിൽ ഒരു കസേര ചൂണ്ടിക്കാട്ടി അയാളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ട പ്രിൻസിപ്പൾ. ഹരീഷ്ണൻ സർ, ഇന്നലെ ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും ഏതെങ്കിലും ബുക്ക് വയ്ക്കാനോ എടുക്കാനോ ലൈബ്രറി വന്നിരുന്നോ? അനുപമയും ആ കുട്ടികളെയും മാറി മാറി നോക്കി. ഹരീഷ്ണൻ ശേഷം പ്രിൻസിപ്പലിനെ നോക്കി. ഇതാ ഈ നിൽക്കുന്ന കുട്ടി വന്നിരുന്നു ഒരു ബുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട്. ഇന്നലെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഇന്നലെ കഴിഞ്ഞാണ് ആ ബുക്ക് തരുന്നതെങ്കിൽ ഫൈൻ അടിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി തിടുക്കപ്പെട്ടു വന്ന് റിട്ടേൺ ചെയ്തു. അവിടെ നിന്ന് അധ്യാപകർക്കും പ്രിൻസിപ്പലിനും ആ സമയം കൊണ്ട് തന്നെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായിരുന്നു. അനുപമ, നിങ്ങളും ഈ കുട്ടികളും ഇന്നലെ ലൈബ്രറി പോയിട്ടില്ല എന്നാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്നലെ ലൈബ്രറിയുടെ ഭാഗത്തേക്ക് പോയത്? പ്രിൻസിപ്പലിൻ്റെ സ്വരം വല്ലാണ്ട് കനത്തിരുന്നു. സർ, ഞാൻ അനുപമ എന്തോ പറയാൻ തുടങ്ങിയോ ആ സമയം തന്നെ കാർത്തിക് അനുവാദം ചോദിച്ചു പ്രിൻസിപ്പലിനോട്. അവൻ അദ്ദേഹത്തോട് എന്തോ പറയാനുണ്ട്. എന്താണ് കാർത്തിക് സാറിന് പറയാനുള്ളത്? സർ, എൻ്റെ കയ്യിലുള്ളതൊരു പെൻഡ്രൈവാണ്. ഇന്നലെ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കോളേജിൽ
CCTV ഓപ്പറേറ്റിംഗ് റൂമിൽ ചെന്നു. അവരുടെ ഹെൽപ്പോടെ ഇന്നലെ ആ സമയം അവിടെ എന്തൊക്കെ നടന്നെന്ന് ഞാൻ കണ്ടിരുന്നു. ആ വിഷ്വൽസ് ഞാൻ ഈ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്കിതിവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ഇത്തവണ അനുപമയെ അടിമുടി വിറച്ചു. ഭൂമിയുടെ ഉള്ളിൽ ഒരു തണുപ്പ് നിറഞ്ഞു. തികട്ടി വന്ന സന്തോഷത്തിൻ്റെ പ്രതിഫലനം എന്നോണം സുമയുടെ കൈകൾ ഭൂമിയുടെ കയ്യിൽ മുറുകി. കാർത്തി നൽകിയ പെൻഡ്രൈവ് സിസ്റ്റത്തിലേക്ക് കുത്തിയത് പ്ലേ ആകാൻ തുടങ്ങിയതും എല്ലാവരുടെയും ശ്രദ്ധ ഒരു വേള അവിടേക്ക് പതിഞ്ഞു. കൃത്യമായി അവരിരുവരും എന്തൊക്കെയോ സംസാരിക്കുന്നു. അറിയുന്നില്ലെങ്കിൽ പോലും ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി. ബുക്ക് വെച്ചിട്ട് തിരികെ ഇറങ്ങി വരുന്ന ഭൂമിയെ കാണാം. അനുപമ ഭൂമിയെ കാത്തുന്ന പോലെ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുന്നു. ആ കുട്ടികളും അങ്ങ് കോർണറിൽ മാറി നിൽക്കുന്നു. CCTVയിൽ കാണുന്നുണ്ട് ഭൂമി അനുപമയെ കടന്നു പോകാൻ തുടങ്ങിയതും ഭൂമിയെ തടഞ്ഞു നിർത്തി അനുപമ എന്തോ പറയുന്നതും ഭൂമി അവളോട് തിരിച്ച് സംസാരിക്കുന്നതുമൊക്കെ. ശേഷം അനു ഭൂമിക്ക് മുൻപിലുള്ള സ്റ്റെപ്പിലൂടെ സ്വയം താഴേക്ക് ഉരുണ്ടു വീഴുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന പ്രിൻസിപ്പലിൻ്റെ മുഖം കൂടുതൽ ദേഷ്യത്തിലായി. അയാൾ അതേ ദേഷ്യത്തോടെ അനുപമയെ നോക്കി. എന്തൊക്കെയാണ് അനുപമ പറഞ്ഞത്? ഈ വിഷ്വൽസിൽ ഭൂമി അനുപമയെ തള്ളുന്നതായി കാണുന്നില്ലല്ലോ. താൻ സ്വയം ഉരുണ്ട് വീഴുന്നതല്ലേ കാണുന്നത്? പിന്നെങ്ങനെയാണ് അനുപമയെ ഭൂമി തള്ളി താഴ്ത്തിയെന്ന് ഈ കുട്ടികൾ പറഞ്ഞത്? എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? സത്യം സത്യമായി പറയുന്നതാണ് നിങ്ങൾ ഇരു കൂട്ടർക്കും നല്ലത്. കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ഒരന്വേഷണമോ അതല്ല ഭൂമിയുടെ ഭാഗത്തു നിന്നും ഒരു പോലീസ് കംപ്ലൈൻറ്റോ പോവുകയാണെങ്കിൽ ഈ കുട്ടികളുടെ പഠിപ്പും അനുപമയുടെ ടീച്ചിങ്ങും ഇതോടുകൂടി അവസാനിക്കും. അത് കേട്ടതോടെ കുട്ടികൾക്ക് ഭയമായി. അവർ നിന്ന് കരയാൻ തുടങ്ങി. പ്രിൻസിപ്പലിൻ്റെ ഒറ്റ നോട്ടത്തിൽ അവർ കരച്ചിൽ നിർത്തി. അനു എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും പ്രിൻസിപ്പൽ അവളെ കൈയുയർത്തി തടഞ്ഞു. എന്നിട്ട് ആ കുട്ടികളോട് ചോദിച്ചു, എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന്. കറക്റ്റായി പറയുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ തുടർന്ന് പഠിക്കാം. അതല്ല മറിച്ചാണ് കാര്യങ്ങളെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ കോണ്ടാക്ട് ചെയ്തേണ്ടി വരും. ഞങ്ങൾ പറയാം സാർ. 2 കുട്ടികളിൽ ഒരാളായ നീതി പറയാൻ തുടങ്ങി. ഞങ്ങൾ 2 ആളും ക്ലാസ്സിൽ പഠിക്കാൻ ഇത്തിരി പുറകോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് C മാർക്ക് വളരെ കുറവായിരുന്നു. അനുപമ മിസ്സാണ് ഞങ്ങളോട് പറഞ്ഞത് വരാൻ പോകുന്ന പരീക്ഷയിൽ ഞങ്ങൾക്ക് കൂടുതൽ മാർക്ക് തരാമെന്നും ആനുവൽ എക്സാമിൽ ഫുൾ CE മാർക്ക് തന്ന് ഞങ്ങളെ പാസ്സാക്കാമെന്നും. പക്ഷേ മിസ്സിനൊരു സഹായം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, മിസ്സും ഭൂമിയും തമ്മിൽ വഴക്കുണ്ടാക്കും. ആ സമയത്ത് മിസ്സ് താഴേക്ക് വീണു പോകും. ഭൂമി തള്ളിയിട്ടതാണെന്ന് സാക്ഷി പറയണമെന്ന്. ഞങ്ങളോടങ്ങനെ മിസ് ആവശ്യപ്പെട്ടു സർ. മാർക്ക് കിട്ടുന്ന കാര്യമായണ്ട ഞങ്ങൾ സമ്മതിച്ചത്. കുട്ടികൾ അങ്ങനെ പറഞ്ഞതോടെ അനുപമ നിന്നുരുകി. അവിടെ നിന്ന് ടീച്ചേഴ്സ് അനുപമയെ ഒരുതരം അവജ്ഞയോടെ നോക്കി. അനുപമയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുഖം കുനിച്ച് കണ്ണടച്ചു പിടിച്ചു നിന്ന് അനുപമയോടായി പ്രിൻസിപ്പൽ ചോദിച്ചു. ഇല്ല സർ. എങ്കിലൊരു കാര്യം ചെയ്തോളൂ. ഭൂമിഭദ്രയും സുമയെയും അവരവരുടെ ക്ലാസ്സിലേക്ക് പൊയ്ക്കോളൂ. ഇവിടെ കൂടി നിൽക്കുന്ന മറ്റ് ടീച്ചേഴ്സിനും അവരവരുടെ ക്ലാസ്സുകളിലേക്കും സ്റ്റാഫ് റൂമിലേക്കും പോകാം. അനുപമ, നിധി, ആദിത്യ, നിങ്ങൾ 3 പേരും പ്രിൻസിപ്പൽ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യണം. ഇതിനെതിരെ മാനേജ്മെൻറ്റിന് എന്തായാലും നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. അനുപമയെ പുച്ഛഭാവത്തിൽ നോക്കിക്കൊണ്ട് ഭൂമി സുമയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി. അതേസമയം കാർത്തിക്കിനെ ഒന്ന് എത്തി നോക്കാനും ഭൂമി മറന്നില്ല. പക്ഷെ കാർത്തി ഒരു നോട്ടം കൊണ്ടുപോലും അവളെ കടാക്ഷിച്ചില്ല. തുടരും.